പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം യൂട്യൂബിലിട്ട ഹോം ടൂർ എന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണും. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പോയി കാണണം. ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണെന്ന് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താ വിചാരിച്ച നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഉമ്മറത്തേക്ക് പോകുമ്പോൾ നമുക്ക് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് വീടിൻ്റെ പേരൊന്ന് പരിചയപ്പെടുത്തുക. സൗപർണിക എന്നാണ് വീടിൻ്റെ പേര്. സൗപർണിക എന്നാണ്. അപ്പോൾ നമ്മൾ നേരെ ഉമ്മറത്തേക്ക് പോവുകയാണ്. ഉമ്മറത്തേക്ക് പോകുമ്പോൾ നേരെ കാണേണ്ട അച്ഛൻ്റെ ഫോട്ടോ. അച്ഛനാണ് വീട്ടിൽ പോയിട്ട് 18 വർഷമായി. 18 വർഷം തികയാണ് ജൂലൈ 6. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് കണ്ടില്ലേ ഉമ്മറം. ഇവിടെ ഒരു ആദ്യം ഷോപ്പായിരുന്നു. ഷോപ്പിന് വെച്ചാണ്. ഷോപ്പൊക്കെ ഒഴിവാക്കിയിട്ട് കട്ടിലാക്കി പലൊരാൾക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യും. ഈ മേറ്റ കുട്ടികൾക്ക് അങ്ങനെ പഠിക്കാനും ഒക്കെ ഉള്ളതാണ്. രണ്ടാളും പുറത്തും വീട്ടിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മെഷീനുണ്ട്. ഇവിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ മെഷീനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കിടക്കണം. ഈ പണ്ട് എൻ്റെ അച്ഛനുള്ള കാലത്ത് ഈ വീഡിയോയിൽ ഇവിടെ അച്ഛൻ ജോലി തന്നെയാണ്. പേര് കേട്ട പണിക്കരാണ്. മാധവ പണിക്കർ എന്ന പേര്. അപ്പോൾ ഇത് അച്ഛൻ ചോദിച്ചപ്പോൾ നല്ല രാശിക്കാരെ കണ്ടിരുന്നു. രാശിക്കാരൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇരിക്കും. ഇവിടെ അങ്ങനെ ഇരുന്ന് അച്ഛൻ രാശി നോക്കും. കുറേ ആൾക്കാർ ഈ തിണ്ണയിൽ അപ്പോൾ പുറത്തുള്ള തിണ്ണയിൽ ഇരിക്കും. കുറച്ച് ആൾക്കാർ പാടം കാണാൻ പോകും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് പറയക്കളി ഉമ്മറും പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും പൊതുവെ ഉമ്മറത്തേക്കൊന്നും വിലയില്ല. ഇപ്പൊ ഫുള്ള് രാശിക്കാരാണ്. പിന്നെ അച്ഛന് രാശിക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അച്ഛനോട് കുറച്ചേരം വർത്താനം പറയാൻ വരും. ഈ കച്ചേരയിൽ ഇന്ന് കുറച്ചേരം വർത്താനം പറയും. അങ്ങനെ ഈ ഉമ്മറത്തേക്ക് അങ്ങനെ വരും. അന്ന് പണ്ടൊന്നും ഈ ഉമ്മറത്തേക്ക് എല്ലാവരും കുറേ ആൾക്കാരാവും. ഒരു പേരില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഉമ്മറത്തിൻ്റെ ഇത്. ഈ ഉമ്മറ ആദ്യം ഒരാളായിരുന്നു. ഒരാൾ ഇവിടെ അങ്ങനെ വരാണ്ട് പല ആൾക്കാർക്ക് ഇരിക്കാൻ ഒരാളായിരുന്നു. ആള് ഒഴിവാക്കിയിട്ടാണ് ഒരു ഉമ്മറ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഉമ്മറത്തിനെ പറ്റി നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ നേരെ താഴ്വരയ്ക്ക് പോവാം. താഴ്വര. അപ്പം നമ്മൾ താഴ്വരയ്ക്ക് പോവാണ്. താഴ്വര ഇതാണ് താഴ്വര. താഴ്വര എന്നാണ് പറയുന്നത്. ഇവിടെ സാനിപ്പോട്ടം ഉണ്ട്. സാനിപ്പോട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ റീൽസിട്ട് യൂട്യൂബിൽ ഷോർട്ടിലിട്ടിട്ടുണ്ട് ഈ സാനിപ്പോട്ടം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇവിടൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ കവറൊക്കെ തൂക്കണ അങ്ങോട്ട് ഇവിടെ ജനലുണ്ട്. അപ്പം നമ്മൾ ഈ പോണത് താഴ്വരയ്ക്ക് നമ്മൾ ഉണ്ടാക്കണം. ഇതൊക്കെ കൂടുതൽ കാണുന്നതിന് മുന്നേ നമുക്ക് ഒരു റൂം ഇവിടെ ഉണ്ട്. ആ റൂമിലേക്ക് നമ്മൾ പോവാണ്. ഇതാണ് റൂമിൽ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഈ റൂമിൽ കിടക്കല് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ റൂമാണ്. അച്ഛൻ പോയതോടുകൂടി അമ്മയാണ് കിടക്കുന്നത്. അമ്മേൻ്റെ കൂടെ
അല്ല അനിയൻ്റെ മോൻ ഉണ്ടാവും, ശ്രീനാഥും അല്ല അവൻ നല്ല കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കിടക്കും, കിടക്കാം. അതില് ഈ റൂമിലൊരു പേരുണ്ട്, കേക്കാത്ത എന്നാണ് പറയാ. ഇവിടെ ഫോട്ടോ ഉണ്ട്, ഇതാക്കണം. അച്ഛൻ്റെ പഴയ ഫോട്ടോ, അമ്മേൻ്റെ ഫോട്ടോ, ചേച്ചിയുടെ ഫോട്ടോ, വലിയേച്ചിയുടെ ഫോട്ടോ. എൻ്റെ കൂടെ അലമാറ. ഈ കേക്കാത്തന്ന് അങ്ങോട്ട് പോന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നെന്ന് ഇവിടെ കൈവരയിലാണ്. ഇവിടെ കോണിയാണ്, ഇത് പഴയ കോണിയാണ്. കഴിഞ്ഞ വീഡിയോയില് കോണി പണ്ടത്തെ വീടൊക്കെ ഉള്ള മരം കൊണ്ട് ഉണ്ടാക്കിയ കോണിയാണ്. അപ്പൊ ഇവിടെ ടി വി ഉണ്ട്, ഇതാക്കണം. ടി വി ആണ് അതേപോലെ തന്നെ. ഇവിടെ എന്താ ചുമരയാണ്, ഇവിടെ ചുമരാണ്. അപ്പൊ ഇവിടെ ചെറിയൊരു വാതിലാണ് ഇവിടെ അപ്പുറത്തെ റൂമിലേക്ക് കിടക്കാണ്. പിന്നെ ഏട്ടൻ്റെ കല്യാണം അടുപ്പിച്ചാണ് ഈ ചുമര് പൊളിച്ചു തുറക്കാൻ. അപ്പോൾ രണ്ടാമത്തെ റൂമിലേക്ക് പോവാണ്. അവിടെ ലൈറ്റ് ഇല്ല. രണ്ടാമത്തെ റൂം ഇതാണ്. ഈ റൂമിലൊരു പേരുണ്ട്, പടിഞ്ഞാറാത്ത്. അപ്പോൾ നമുക്ക് ഈ റൂം കണ്ടില്ല, ഇവിടെ നല്ല അലമാറുണ്ട്, അലമാറൊക്കെ ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ റൂം, പടിഞ്ഞാറാത്ത്. ഓക്കെ, അപ്പം നമ്മൾ ഈ റൂമിൽ പോയി കേട്ടോ. നമ്മൾ പടിഞ്ഞാറാത്തിന് പോന്നു. അവിടെ ഒരു അലമാറുണ്ട്, ഇതാക്കണം. അലമാറ അത് ടി വി ഇതിനകത്ത് കാണിച്ചു തന്നു. അപ്പൊ നമ്മൾ നേരെ മോളിക്ക് പോവാം. മോളിക്ക് അപ്പൊ ഇതാണ് മോളില്. ഇതായിരുന്നു. ഇവിടെ അങ്ങനെ ചെറിയൊരു ഒരു കട്ടിലുണ്ട്, ഇവിടെ കിടക്കണം. പണ്ടേ ഞാൻ ഇവിടെ കിടന്നു. അപ്പൊ ഇപ്പുറത്തെ റൂമുണ്ട്, മൂന്നാമത്തെ റൂം. അപ്പൊ മൂന്നാമത്തെ റൂമിൽ നമ്മളെത്തിയിട്ടുണ്ട്. ഇതാക്കണം കേട്ടോ, മൂന്നാമത്തെ റൂം. നമ്മളിപ്പോ പോവുകയാണ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ റൂം കഴിഞ്ഞു. അപ്പൊ നമ്മള് മുകളിൽ പോയി വന്നു. ഇപ്പൊ ഇവിടെ ഇതാക്കണം. ഇവിടെ മേശ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇന്ന് അതിൻ്റെ ഒരു ഡൈനിങ് ടേബിളാണ്. ഇവിടെ ഇതാകണം. കലണ്ടറും റൂമും ഇതാകണം. കറക്റ്റാണ്. ഇവിടെ ആദ്യം ചെറിയൊരു എന്താ പണ്ട് ഇവിടെയൊന്നും അടുക്കള ഉണ്ടാക്കുന്നതിന് മുന്നേ പഴയ അടുക്കള ഇവിടെയായിരുന്നു. അപ്പൊ ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്നു, ഈ ചുമര് ഇതുവരെ ഉണ്ടായിരുന്നു. പിന്നെ പുതിയ അടുക്കള ഉണ്ടാക്കിയപ്പോഴാണ് ഈ അടുക്കള അങ്ങോട്ട് വാച്ചു. ഇവിടെ പത്തായം പേരുണ്ടാവും. നെല്ലൊക്കെ ഞങ്ങൾക്ക് പാടമുണ്ട്. പിന്നെ നെല്ലൊക്കെ അതിൽ പട്ടയത്തിൽ വെക്കണ കണ്ടിട്ടുണ്ടാവും. പത്തായം കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുള്ളതുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. അപ്പം പത്തായം ഇവിടെ വെച്ചു. ഇവിടെ അങ്ങനെ തിരൂര് ഇവിടെ 2 ജനലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലും ആളെയാണ് ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനും ഒക്കെ. പിന്നെ അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഏട്ടൻ്റെ കല്യാണം അനുസരിച്ചാണ് ഇവിടെ ഇങ്ങനെ ഒരു ബാത്റൂം ഉണ്ടാക്കി. ഇവിടെ സാധനങ്ങൾ വെക്കണ റൂമുണ്ടാക്കി. ഇവിടെ
വാഷ് ബേസിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഇത് വാഷിംഗ് മെഷീൻ കേട്ടോ. വാഷിംഗ് മെഷീൻ ഇവിടെ റൂമാണ്, നാലാമത്തെ റൂം. നമ്മൾ പോണത് നാലാമത്തെ റൂമിലാണ്.